62ാമത് കൗമാര കലാകിരീടം സ്വന്തമാക്കി കണ്ണൂർ. 952 പോയിന്റ് നേടിയാണ് കണ്ണൂർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാമതെത്തിയത്. സ്വർണ്ണക്കിരീടം മമ്മൂട്ടി കണ്ണൂരിന് സമ്മാനിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവസാന നിമിഷം വരെ വാശിയേറിയ പോരാട്ടമായിരുന്നു കോഴിക്കോടും കണ്ണൂരും തമ്മിൽ. 949 പോയിന്റ് നേടിയ കോഴിക്കോടിനെ മറികടന്നാണ് 952 പോയിന്റുമായി കണ്ണൂർ സ്വർണ്ണക്കപ്പ് മാഹിപ്പാലം കടത്തിയത്. മമ്മൂട്ടിയിൽ നിന്ന് കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. ജയവും തോൽവിയുമല്ല, മത്സരത്തിൽ പങ്കെടുക്കുക എന്നതാണ് പ്രധാനമെന്ന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും മമ്മൂട്ടി ഓർമ്മിപ്പിച്ചു. അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ്. ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്കൊരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചു മിനുക്കി മിനുക്കിയെടുത്ത് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാർ തീരുകയുള്ളൂ. അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ്. ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപാട് അവസരങ്ങളുണ്ടാവും. ഇത്തവണത്തെ സ്കൂൾ കലോത്സവം വൻ വിജയമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രശംസ. ഇതൊരു വലിയ ഉത്സവമാണ്. കേരളത്തിൽ നമ്മളെല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉദിച്ചുയരുന്നത് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ആഹ്ലാദമാണ്. അടുത്ത തവണ സമ്മാനത്തുക വർദ്ധിപ്പിക്കുമെന്നും കലോത്സവ മാനുവൽ പരിഷ്കരിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കി. ഈ സമ്മാനാർഹരായിട്ടുള്ള ഗ്രേഡ് വാങ്ങുന്ന കുട്ടികൾക്ക് 1000 രൂപ വെച്ചാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അടുത്ത വർഷം മുതൽ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് ജില്ല 3ാം സ്ഥാനവും തൃശൂർ ജില്ല 4ാം സ്ഥാനവും ആതിഥേയരായ കൊല്ലം ജില്ല 5ാം സ്ഥാനവും സ്വന്തമാക്കി. ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ചവരെ കൊണ്ട് അഭിനന്ദനം പറയിപ്പിച്ചാണ് കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ സ്വർണ്ണക്കപ്പുമായി കൊല്ലത്തു നിന്നും മടങ്ങുന്നത്. കലോത്സവ നഗരിയിൽ നിന്നും ടീം കൈരളി ന്യൂസ്.